എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വ്ലോഗിൽ കണ്ട അതേ ഡ്രസ്സിൽ തന്നെ ഇരിക്കുകയാണ്. കാരണം എനിക്ക് വേറെ ഡ്രസ്സ് എടുത്തിടാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം തേക്കണമായിരുന്നു, അയൺ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഇട്ട് അത് തന്നെ എടുത്തിട്ട് ഇതാകുമ്പം തേക്കേണ്ട കാര്യമില്ല, ഈ തുണി ചുളുങ്ങത്തിൽ. അപ്പോൾ വെറുതെ സൺഡേ ആയതുകൊണ്ട് ഒന്ന് പുറത്തു പോവാണ്. അപ്പോൾ ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. വലിയ മഴക്കാറും കാറ്റും ഒക്കെ ഉണ്ട്, പക്ഷെ വലുതായിട്ട് അങ്ങനെ മഴയൊന്നും പെയ്യുന്നൊന്നുമില്ല. ഇവിടെ ചെറുതായിട്ട് ചാറുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന അടുത്ത് എന്തൊക്കെയുണ്ടെന്ന് ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പം ഗോപാലൻ മോളെന്ന് കണ്ടു. അപ്പോൾ അവിടെ ചുമ്മാ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു വിധാനസൗധയുടെ ലുക്കുണ്ട്. വിധാനസൗധയുടെ ഒക്കെ ഒരു ലുക്കുണ്ട്. ഞാൻ ശരിക്കും ഇതാണ് ഗോപാലൻ മോൾ എന്ന് പറയുമ്പോഴത്തേന് ഇതാന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ മൈക്ക് എടുക്കേണ്ടതായിരുന്നു. നമ്മുടെ അടുത്തുള്ള മോള് പാറ. ഇതിന് മുകളിലോട്ടൊക്കെ ഉണ്ടോ? ചായ കുടിക്കാൻ കുറച്ച് സ്ഥലം കിട്ടും. സാധാരണ ഒരു മോളിന്റെ ഫീൽ അല്ല. അങ്ങോട്ട് പോകാമെന്നോ? ഇവിടെ എവിടെയെങ്കിലും ഒരു പേൻ പാർക്ക് കാണാതിരിക്കുമോ? ഇവിടെ ഇതിനകത്ത് കേട്ടോ.
എനിക്ക് ഈ മോളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കടയെന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് ഇങ്ങനെ എന്താ പറയുന്നത്, ഇതിൻ്റെ പേര് സത്യത്തെ മറന്നുപോയി കേട്ടോ. എത്തനിക്ക് എന്തോ ഒരു സംഭവമാണ്, പക്ഷേ കാണാൻ ഭംഗിയുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്നാൽ വലിയൊരു വിലയും തോന്നിച്ചില്ല. സാധാരണ രീതിയിലുള്ള സാധാരണ മോളുകളിൽ ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഭയങ്കര വിലയായിരിക്കും, അത്രയും ഒരു വിലയും ഇവിടെ തോന്നിച്ചില്ല. പക്ഷെ എനിക്ക് 350 രൂപ ഓവറായിട്ട് തോന്നുന്നുമില്ല. അതുപോലെയാണ് ഈ ബ്രൗണി കണ്ടതിന്റെ സന്തോഷമാണോ? ചോക്ലേറ്റ് പിന്നെന്ത് പ്രതീക്ഷിച്ചേ? നല്ല ബ്രൗണി. അവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ബൗൾ
അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. ആക്ച്വലി ഈ മോള് ഞങ്ങൾ പണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്, ഗോപാലൻ മോൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ ബുക്ക് മൈ ഷോയിലും ഒക്കെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നേരത്തെ സിനിമ ഇങ്ങനെ കാണും ഗോപാലൻ മോൾ. പക്ഷെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് അടുത്താണ്. അപ്പം ഞങ്ങൾ ചുമ്മാ ഒന്ന് പോയി നോക്കിയതാണ്. അതിന്റെ പുറം ഭാഗമൊക്കെ കാണുമ്പോഴത്തേന് സാധാരണ ഒരു മോളിന്റെ ലുക്കൊന്നുമല്ല, നമ്മള് വേറെന്തോ ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. വേറെ വല്ല ഗവൺമെന്റിന്റെ വിധാൻ സൗധ പോലുള്ള ബിൽഡിംഗ് ഒക്കെ ആണെന്ന് തോന്നുന്നു. അതുപോലാണ്. വലിയ ഷോപ്പിങ്ങിന് വലിയൊരു ഇതൊന്നുമില്ല ആക്ച്വലി. സ്റ്റുഡിയോ ഉണ്ട്, മാക്സ് ഉണ്ട്. ഇത് രണ്ടും മാത്രമേ ഞാൻ ഡ്രസ്സിന്റെ കണ്ടുള്ളൂ. പിന്നെ അങ്ങനെ വലിയ ഒരു ഷോപ്പിംഗ് നമ്മള് ബാക്കി ഇവിടെ ഉള്ളടത്ത് പോകുന്ന പോലെ. ഇപ്പൊ എലമെന്റ്സ് മോളിൽ പോയാൽ തന്നെയും അത്യാവശ്യം കുറച്ചൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്രയൊന്നുമില്ല. പിന്നെന്താണ്, പിന്നെ വലിയ അങ്ങനത്തെ വലിയ ഷോയും കാര്യങ്ങളും ഒന്നുമില്ല. സാധാരണ ഒരു വലിയ തിരക്കും ഇല്ല. ഇന്ന് ഞായറാഴ്ച അയച്ചിട്ട് തന്നെ അവിടെ വലിയ തിരക്കൊന്നും, കാരണം വലിയൊരു ഷോപ്പിംഗ് ഇതും ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും വലിയ ആൾക്കാർ വരാത്ത. ഫ്ലീ മാർക്കറ്റ്സ് ആണേലും ഉണ്ട്, പക്ഷെ എന്താ പറയുന്നത്, സംഭവം ഉണ്ട്, പക്ഷെ ഒത്തിരി ഒന്നും അങ്ങനെ വലിയ കാര്യം. കമ്മലിന്റെ ഒക്കെ ഒരു കടയൊക്കെയുള്ളു. ഇവിടൊക്കെ പോയി കഴിഞ്ഞാൽ കമ്മലിന്റെ ഒക്കെ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സമാധാനം ഫീൽ ചെയ്യും. അകത്ത് കയറിയാലും ഒരു മോളിന്റെ വലിയൊരു ഫീലിങ്ങും കാര്യങ്ങളൊന്നുമില്ല, കാരണം തിരക്ക് പൊതുവെ കുറവായുണ്ട്. പക്ഷെ ഉള്ള കടകളൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കയറി ഇങ്ങനെ ഷോപ്പ് പീസുകൾ വിൽക്കുന്ന ഈ കട അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറെ കാര്യങ്ങള് ഉണ്ട്, നല്ല നല്ല കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ചെറിയൊരു ബുദ്ധന്റെ ഒരു തല മാത്രമുള്ള ഒരു ചെറുതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ അവിടെ അത്യാവശ്യം കുറെ എന്തൊക്കെയോ ഉണ്ട്, കാണാൻ ഭംഗിയുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ വാങ്ങിച്ചു. കാര്യങ്ങളുണ്ട്. ഞാൻ ആ ബുദ്ധന്റെ സംഭവം മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഞങ്ങള് ഫുഡ് കോർട്ട് തപ്പി മോളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് കോർട്ട് കണ്ടപ്പോ അതിശയിച്ചു പോയി. കാരണം ഫുഡ് കോർട്ട് എന്നൊന്നും പറയാനൊന്നും ഇല്ല. അത് വേറെ ഇടത്ത് കാണുന്ന പോലുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഉള്ളത് കഴിച്ചത് നല്ലായിരുന്നു. സത്യം പറയില്ല, ആദ്യമായിട്ടാണ് 140 രൂപയ്ക്ക് 2 കോഫിയും ഒരു ബ്രൗണിയും ഞങ്ങൾ കഴിക്കുന്ന ഒരു മോളിൽ പോയിട്ട്. ഇവിടെ ഏത് മോളില് നമ്മളിപ്പം പോയാലും ഭയങ്കരമായി ചാർജ് ചെയ്യത്തില്ലേ. എന്താ, ഒരു 2 കോഫി മേടിക്കുമ്പോൾ സാധാ കോഫി കിട്ടുന്നത് വളരെ അപൂർവമാണ്, ഫിൽറ്റർ കോഫി കിട്ടുന്നത് വളരെ അപൂർവമാണ്. ഒന്നുമില്ലെങ്കിൽ ക്യാപ്പച്ചീനോ മറ്റോ മറിച്ചതൊക്കെ കാണത്തുള്ളൂ. സാധാ കോഫിക്കും എന്തായാലും നല്ല വിലയാണ് ഈ മോളിലൊക്കെ ചെല്ലുമ്പോഴത്തേനും. പക്ഷെ ഇവിടെ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. 2 കോഫിയും ഒരു ബ്രൗണിയും വാങ്ങിച്ചുള്ളൂ. ബ്രൗണിയും നല്ലതായിരുന്നു, കോഫിയും നല്ലതാണ്. അത്യാവശ്യം സാധാരണ നമ്മൾ ഈ ഇവിടൊക്കെ ചെല്ലുമ്പം, നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ കോഫീസിലൊക്കെ ചെല്ലുമ്പം പോകുന്ന അത്രയും ഒരു ക്വാണ്ടിറ്റിയിൽ കിട്ടുകയും ചെയ്തു. 140 രൂപയായുള്ളൂ. അവിടെ ആ ഒരു കടയിൽ തന്നെ കുറെ അങ്ങനെ പാസ്തയും ചിക്കൻ്റെ എന്തൊക്കെയോ ഐറ്റംസ്, പാസ്ത, എല്ലാ റെഡ് സോസ് പാസ്ത, വൈറ്റ് സോസ് പാസ്ത, അങ്ങനെ എല്ലാ ടൈപ്പുള്ള ഒരു ചെറിയൊരു കഫേ പോലെ ഒരു സംഭവമായിരുന്നു. അത് നല്ലായിരുന്നു. ബാക്കി പിന്നെ മറ്റേ വാവ് മോമോസ് അങ്ങനെയുള്ള, പിന്നെ താഴെ ബർഗർ കിങ്, മക്ഡൊണാൾഡ്സും എല്ലാം ഉണ്ട്. പക്ഷെ ഇത് അത്യാവശ്യം നല്ലതായിരുന്നു താനും. സാധാരണ നമ്മളൊരു മോളിൽ പോകുന്ന അത്രയും ഒരു പൈസയും ആയില്ല. അത് ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു അതിന്റെ ബില്ലടിച്ച് വന്നപ്പോഴത്തേക്കും. എപ്പോഴും എന്തായാലും ഒരു 100-500 രൂപ 2 കോഫിയും എന്തെങ്കിലും കഴിക്കാൻ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ എന്തായാലും ഒരു 100-500 രൂപ ആവുന്നതാണ്. അങ്ങനെയൊന്നും ആയില്ല. അപ്പൊ കൊള്ളാം. ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊന്നും പോകാനുള്ള ഒരു ഇടമൊന്നുമില്ല. ചുമ്മാ ഒരു സമാധാനം. മൂവീസ് ഒക്കെ വരുമ്പോ ഇനി നോക്കണം അവിടെ എങ്ങനെയാണെന്നുള്ളത്. അല്ലാതെ ഞങ്ങൾ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇന്നുച്ച കഴിഞ്ഞ് ഇറങ്ങിയപ്പോ, ഒന്നാമത് മഴയാണ്, അപ്പം കാണാൻ വേണ്ടിയിട്ട് അടുത്ത് എവിടെയെങ്കിലും പോകുന്ന വിചാരിച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു ഇത്. ഞാൻ കേട്ടിട്ടുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ല. അതെവിടാന്ന് പോയി തപ്പിപ്പിടിച്ച് പോയി നോക്കിയതാണ്. വലിയ ദൂരമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഞങ്ങളുടെ ഈ സിഗ്നല്, ഞങ്ങളുടെ ഇവിടെ ഇങ്ങോട്ട് തിരിയുന്നിടത്തൊരു സിഗ്നലുണ്ട്. കുറെ നേരം അവിടെ കിടന്നു.
അവിടുന്ന് ഇങ്ങോട്ട് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ അവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ എന്താ ഒരു ഷോപ്പിംഗ് ആ കട ഞാൻ കയറിയ ആ കടയാണ് എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബാക്കിയൊന്നും പിന്നെ സാധാരണ സ്റ്റുഡിയോയും മാക്സും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ പോകാൻ വേണ്ടി പോകാൻ അകത്തൊന്നും കയറുന്ന ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അവിടെയൊക്കെ അതിനകത്തോട്ടൊന്നും ഞാൻ കയറി നോക്കിയില്ല എങ്ങനെ ആ ഡ്രസ്സിന്റെ കളക്ഷൻ ഒന്നും. എനിക്ക് ആക്ച്വലി സ്റ്റുഡിയോ ഇല്ല, മാക്സ് ഒക്കെ ആക്ച്വലി ഇഷ്ടം. എനിക്ക് ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയിലുള്ള മാക്സ് ഒക്കെ കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല പുതിയ നല്ല കളക്ഷൻ ഡ്രസ്സിന്റെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇവിടെ മഴ ഇല്ലെങ്കിലും മഴക്കാറും കാറ്റും, ഭയങ്കര കാറ്റും മഴക്കാറുമാണ്. ഇങ്ങനെ നിൽക്കുകയാണ്, പക്ഷെ മഴ അങ്ങനെ പെയ്യുന്നില്ല വലുതായിട്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.